ഇന്നലെ മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ വായിച്ചു തീർക്കാതെ അത് താഴെ വയ്ക്കാൻ തോന്നിയില്ല. ആ സൺഡേ സപ്ലിമെന്റാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്ന ഈ ചുവന്ന ടൈറ്റിലുള്ള സൺഡേ സപ്ലിമെന്റ്. ക്രൈം നമ്പർ 205/1994 മാതൃഭൂമി സൺഡേ സപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കഥ വായിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ അധികമാരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നു. മാതൃഭൂമി കൈകാര്യം ചെയ്യുമ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു. മാതൃഭൂമിയുടെ ഹൈലൈറ്റ് നിരപരാധികളായ മനുഷ്യർ ഒരു കൊലപാതക കേസിൽ പ്രതികളായി ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടതും ചില നന്മയുള്ള മനുഷ്യരുടെ ഇടപെടൽ മൂലം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുമായ കഥയാണ്. എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് അവർ പ്രതികളായ കേസ് എത്ര ശാസ്ത്രീയമായാണ് ഭീകരവാദികൾ തയ്യാറാക്കിയതെന്നും ആ ഭീകരവാദികളെ കുറിച്ച് നമ്മൾ ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്നില്ല എന്നതുമാണ്. തൃശൂർ ആസ്ഥാനമായി ഒരു ഭീകര സംഘടന രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ ഭീകര സംഘടനയുടെ പേര് ജമാഅത്തുൽ ഇസ്ഹാനിയ എന്നാണ്. എങ്ങനെ ഒരു ഭീകര സംഘടന കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇവർ അനേകം പേരെ കൊന്നിട്ടുണ്ട്. ഇവർ അനേകം കലാപങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ കൊന്നതൊന്നും ആരും അറിഞ്ഞില്ല. ഇവർ ആസൂത്രിതമായി RSS BJP സംഘർഷം എന്ന തരത്തിൽ അതിനെ വിപണനം ചെയ്തു. ഈ നിരപരാധികൾ ജയിലിലായതും അങ്ങനെയാണ്. അവിടെ നിന്നും പുറത്തു വന്ന അവർ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ ഭീകര സംഘടനയുടെ തനി സ്വരൂപം പുറത്തു കാണിക്കുന്നത്. ഇവർ 6 പേരെ കൊന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 6 പേരും ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക ഭീകര സംഘടനയുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നോട്ടപ്പുള്ളികളാണ്. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കർസേവ നടത്താൻ പോയവരെ പത്രവാർത്തയിൽ നിന്നും കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവരെ ഓരോരുത്തരെയായി തീർക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇവർ ബോധപൂർവം ചില സംഘർഷം സൃഷ്ടിക്കും. കൊല നടത്തിയിട്ട് അവർ നാടുവിടും. നിരപരാധികളെ പിടികൂടി രാഷ്ട്രീയ സംഘർഷം എന്ന നിലയിൽ ജയിലിലടയ്ക്കും. ഈ വൃത്തികേടിന് കേരള പോലീസും കൂട്ടുനിൽക്കും.